ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഒരു ബോണസ് ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ താർ റോക്സ് ടോപ്പ് എൻഡ് വേരിയൻറ്റ് AH7L ഡീസൽ ഓട്ടോമാറ്റിക് 4x4. അതായത് ഫീച്ചേഴ്സിലെ എല്ലാ ഫീച്ചേഴ്സും എല്ലാ കേപ്പബിലിറ്റീസുള്ള താർ റോക്സിൻ്റെ ഓണറാണ്. വെൽക്കം സാറിന് ഒന്ന് പരിചയപ്പെടുത്താം. സാർ പ്രവീൺ എന്നാണ് പേര്. എന്താ ചെയ്യുന്നത്? ഞാൻ ജെം ലൈറ്റ്സിന്റെ ഓണറാണ്. പുഴക്കലുള്ള ജെം ലൈറ്റ്സിന്റെ ഓണർ പ്രവീൺ സാറാണ്. നമ്മുടെ AH7L ഇത് നമ്മുടെ ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള കളറല്ലേ? ഡീപ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മിലിറ്ററി ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ ചുരുക്കപ്പേരിൽ പറയാവുന്ന. മിലിറ്ററി ഗ്രീനിന് കുറച്ചുകൂടിയും ഒന്ന് അങ്ങോട്ട് പിടിച്ചോളൂ. ഒരു വണ്ടി ഫോർച്യൂണർ വന്ന് നമ്മളൊരു ട്രാക്കിലാണ് ഒരു ഫോർച്യൂണർ വന്ന് നേരെ ഒന്ന് കയറി. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഏറ്റവും സ്പെഷ്യൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാണുന്ന പോലെ താറിന്റെ ഫീച്ചേഴ്സ്, താർ റോസിൽ ഇത്ര ഫീച്ചേഴ്സ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊന്നല്ല. നമ്മൾ എന്തൊരു ഡ്രൈവും കൂടിയാണ് ചെയ്യാൻ പോണത്. നല്ലൊരു ട്രാക്ക് ഉണ്ട്, നമ്മൾ തൃശ്ശൂർ ഗാരോണിൽ ഒരു ഓഫ് റോഡ് ട്രാക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രാക്കിൽ സാറിൻ്റെ കൂടെ വണ്ടി ഓടിക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ സാറ് മേടിച്ചിട്ട് ഇപ്പോൾ എത്ര കിലോമീറ്റർ? 1000 കിലോമീറ്റർ. പുത്തൻ വണ്ടി, നമ്പർ പ്ലേറ്റ് പോലും ആയിട്ടില്ല, പുത്തൻ വണ്ടി. എന്നാലും ഇതിൽ കുറച്ച് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. 4x4 ആണ്, സ്മാർട്ട് ക്രോൾ ഉണ്ട്, അതുപോലെ ഇന്റലിറ്റേൺ എന്നിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ട്, അതുപോലെ ഒബ്സ്റ്റക്കിൾ വ്യൂ 360 നമ്മുടെ വണ്ടിയുടെ താഴെ എന്താണെന്ന് കാണുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ വൈറ്റ് ഇന്റീരിയർ ആണല്ലേ? വൈറ്റ് ഇന്റീരിയർ ഇറക്കാനും കുറച്ച് പേടിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ചോദ്യം, ഇതിപ്പോ എടുത്തപ്പോൾ ഓൺ റോഡ് എത്രയായി? ഓൺ റോഡ് 2975 29,75,000 രൂപയാണ് ഓൺ റോഡ്. അപ്പൊ ഇനി നിങ്ങൾ ഒരുപാട് സൈറ്റ് വരെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട. താറ് റോസ് ടോപ്പ് എൻഡ് വേരിയന്റിന്റെ വില 29,500 ഇനി 29,500 എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ആക്സസറീസ് ഒക്കെ 30,000 ഒക്കെ ആക്സസറീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ താർ റോസ്? ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന വണ്ടി? മുന്നല്ല, ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടി ഫോർച്യൂണർ ആണ്. അപ്പൊ ഫോർച്യൂണർ ഇത് എന്റെ കയ്യിലൊരു കോളിസ് ഉണ്ട്. അപ്പൊ കോളിസ് മാറ്റിയിട്ട് എടുക്കാന്ന് വെച്ചു. ഓക്കെ. അപ്പൊ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് എന്തിനാണ് എടുത്തത്? പിന്നെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് ഏറ്റവും ഇഷ്ടമുള്ള ഫീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഇതില്? ഫീച്ചേഴ്സ് ഒന്ന്, എനിക്ക് അതിന്റെ സ്റ്റിയറിംഗ് ആണ്, ഭയങ്കര ഫ്രീ ആണ് സ്റ്റിയറിംഗ്. ഓക്കെ. നമുക്ക് ഭയങ്കര കംഫർട്ട് ആണ്. ഇലക്ട്രിക്കൽ പവർ സ്റ്റിയറിംഗ് ആണ്, ഒറ്റ കൈകൊണ്ട് തിരിക്കാം. അതെ, അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഓടിക്കുമ്പോ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ചിലപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് പാളാനും ചാൻസ് ഉണ്ട്. സ്പീഡിൽ പോകുമ്പോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ബാക്കി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒരുപാട് വീഡിയോസ് ഇറങ്ങി, എല്ലാവർക്കും അറിയാം താർ റോക്സ് എന്താണെന്നും ഒക്കെയാണെന്നും. അപ്പൊ നമുക്ക് ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് ഈ ഒരു ട്രാക്കിൽ 4x4 വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ഓടിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ബാക്കി വിശേഷങ്ങളും നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ നേരെ വണ്ടിയിലേക്ക് കിടക്കാം. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ താറ് കൊണ്ട് 360 ഡിഗ്രി ക്യാമറ ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ട്രാക്കിലേക്ക് ഇറക്കാണ്. ആക്ച്വലി താറ് ഇപ്പൊ ഞാൻ പറയണത്, ഞാൻ ആദ്യമായിട്ടാണ് താർ റോസ് ഓടിക്കുന്നത്. അപ്പോൾ കേട്ടറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗ് മാത്രം നോക്കിയാൽ മതിയാവും. എന്താ ഒരു ബഹളം? അപ്പൊ പതുക്കെ വെച്ചാൽ ആർട്ടിക്കുലേഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. നമുക്ക് ഫുൾ കുഴിയാണ്, രണ്ട് സൈഡിലും ആർട്ടിക്കുലേഷൻ നമുക്ക് നല്ല രീതിയിൽ നോക്കാം, ബോഡി റോള് നോക്കാം. പിന്നെ നമ്മളെ ഇതിൽ സ്മാർട്ട് കോൾ എന്നുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതൊന്നും ഞാനിപ്പോ യൂസ് ചെയ്യുന്നില്ല. ഞാൻ എന്റെ സ്വന്തം കഴിവിലാണ് നമ്മൾ വണ്ടി എടുത്തോണ്ട് പോണത്. എല്ലാ കാര്യത്തിനും നമ്മൾ ഇലക്ട്രോണിക്സിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെന്ത് വില അല്ലേ? അതെ. അപ്പൊ നമ്മുടെ ഈ താർ റോക്സിന്റെ ആദ്യത്തെ ഓഫ് റോഡാണ്. നല്ല കുഴപ്പമില്ലാത്തൊരു ട്രാക്ക് ഉണ്ട്, നമുക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റിയൊരു ട്രാക്ക് ഉണ്ട് ഇവിടെ. ഫുൾ ഡിറ്റക്ട് ചെയ്യണതാണ്. നമ്മൾ നേരത്തെ ഹൈലക്സിൽ നമ്മൾ പോയപ്പോഴും ഇത് വാണിങ്ങിന്റെ വരുന്നുണ്ടായിരുന്നു. കാരണം തൊട്ടടുത്ത് സംഭവങ്ങളുണ്ട്, അതായത് ചെടിയും കല്ലും ഒക്കെ ഉള്ള കാരണം. കൊളിഷൻ മിറ്റിഗേഷൻ. അതെ. ഇപ്പൊ നേരെ നോക്കുകയാണെങ്കിൽ ഒരു വണ്ടി ഉണ്ട്, ഞാൻ ആ വണ്ടീനെ ഇടിച്ചിട്ടല്ലോ. ഒരു ടാറ്റ ഈശ്വര, നമ്മുടെ ഓഫ് റോഡിന്റെ വില കളയും. നോക്കിയാ വരുന്നത് ടാറ്റയുടെ ഇടിക്കത് ഇടിക്കില്ലത്.
ഒരു വണ്ടി ഓഫ് റോഡ് എടുത്ത് വരുന്നുണ്ട്. അതിലാണ് നമ്മൾ ഓഫ് റോഡ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട്. എന്നാലും നല്ല കുഴപ്പമില്ലാത്തൊരു ട്രാക്ക് ആട്ടോ, നല്ല ചെളിയും ഒക്കെ ഉള്ളതാണ്. അതൊന്നും ഇതിലിറക്കാൻ പറ്റില്ല, അതിലിറക്കാൻ പറ്റില്ല, അവിടെ വരെ വരുന്നുള്ളൂ. അപ്പൊ അവര് അവിടെ ഒരു കസ്റ്റമറായിട്ട് വന്നാണ്, അവരവിടെ നിർത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് കിടക്കുന്നില്ല, കണ്ട അവിടെ മറ്റേതൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതെ, ഇതിലെന്താ വെച്ചാൽ അഡാസ് ഉണ്ട്. അഡാസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയും നമുക്ക് വാർണിങ്സ് ഒക്കെ കൂടുതലായിരിക്കും. അതെ അതെ. പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോ ഒരു ആംഗിള് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, വളരെ സ്ലോപ്പി ആയിട്ടുള്ള ഒരു ആംഗിളാണ് അതിൽ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയാ സ്ലോ ഈസ് ദ ബെസ്റ്റ്. ഏറ്റവും പതുക്കെ ഓഫ് റോഡ് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവനാണ് ആക്ച്വലി നല്ല ഡ്രൈവർ എന്ന് ഒരു ആശാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മള് എൻ്റെ കഴിവുകളൊന്നും നമ്മളിവിടെ കാണിക്കുന്നില്ല, പതുക്കെ എടുക്കുന്നുള്ളൂ. കാരണം എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഒന്നുമില്ല, വീടിൻ്റെ ആധാരമായിട്ട് വരാം എന്ന് പറയാനേ എനിക്ക് പറ്റത്തുള്ളൂ ഓണർ അടുത്ത്. അതുകൊണ്ട് ഭയങ്കര പതുക്കെയാണ് നമ്മൾ കാല് കൊടുക്കുന്നുള്ളൂ, ഭയങ്കര പതുക്കെ. എനിക്ക് ആകാശം മാത്രമേ കാണുന്നുള്ളൂ. ഭയങ്കര സ്ലോ ആയിട്ട് നമ്മൾ ഇറങ്ങി, കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. 4i കാരണം ടയർ കുടുങ്ങുന്നുള്ള ധൈര്യമൊന്നുമില്ല, സുഖമായിട്ട് എടുത്തിട്ട് പോവാം. അങ്ങനെ നമ്മുടെ താർ റോക്സിൻ്റെ ആദ്യത്തെ ഓഫ് റോഡ് ടർബോ ജോയിൻ്റെ കൈകളാൽ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു. അങ്ങനെ ഇവിടെ നിന്നും ഇതൊന്നും ഇവന് നിഷ്പ്രയാസമാണ്, അതായത് എഫേർട്ട്ലെസ് ഡ്രൈവിംഗ് ആണ് ആക്ച്വലി. പണ്ടൊക്കെ ഓഫ് റോഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഇവിടെ നമ്മുടെ ഒരു ഇതുണ്ട് കേട്ടോ, അവിടെ ഗാരോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോകാർട്ട് റേസിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. അപ്പൊ ഒരു പരസ്യം പറഞ്ഞിട്ടുണ്ട്, ഇനി ഗാരോൺകാരുടെ അടുത്ത് പോയിട്ട് ചോദിക്കണം, നമ്മൾ വീഡിയോയുടെ ഇടയിൽ നിങ്ങളെ ഒന്ന് പൊക്കി പറഞ്ഞിട്ട് എന്തെങ്കിലും ചായക്കാശി തരണം എന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ ഇനി വരുന്നത് ഒരു എസ് കർവാണ്. ഈ എസ് കർവ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ സ്റ്റിയറിങ്ങിന്റെ ഒരു ഇത് നോക്കണ്ടത്. ആക്ച്വലി ഞാൻ ഇനി ഒരു കൈ കൊണ്ടാണ് നമ്മളിത് തിരിക്കാൻ പോണേട്ടാ. തിരിയണ്ട, തന്നെ തിരിയുണ്ട്. ജസ്റ്റ് ഒരു കൈ കൊണ്ട്, ഒരു കൈയൊന്നും വേണ്ട, ഊതി തിരിക്കാൻ തോന്നുന്നു അല്ലേ. സ്റ്റിയറിങ്ങിന്റെ ഇപ്പുറത്തിന് വളരെ അത്ര സിമ്പിളായിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. വളരെ നൈസായിട്ടുള്ള, ഒന്നും ചെയ്യാനില്ല. ആദ്യമായിട്ടാണ് ഞാൻ താർ റോക്സ് എടുത്തേക്കണത്, ആദ്യമായിട്ടാണ് ഞാൻ ഈ താർ റോക്സ് വണ്ടി ഓടിക്കണത്. അപ്പം എന്നിട്ട് പോലും അതും 4 വീലില് ഒരു എഫേർട്ട് ഇല്ല, വളരെ നിഷ്പ്രയാസം. പിന്നെ ഇതിന്റെ ഓണർ അടുത്ത് ചോദിക്കുക, വണ്ടിയുടെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഫീച്ചേഴ്സ് നിങ്ങൾ പറഞ്ഞത് ഈ സ്റ്റിയറിംഗ് ആണ്. എഫേർട്ട്ലെസ് ആണ്, എന്നാൽ സൂക്ഷിക്കണം ഹൈവേയിൽ പോകുമ്പോൾ. പിന്നെ പറയുകയാണെങ്കിൽ പനോരമിക് റൂഫ് ഉണ്ട്, അത് നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ലെങ്കിലും പിന്നിലിരിക്കണ എന്റെ ക്യാമറമാനോൻ അത് ഒരുപാട് നേരെ എൻജോയ് ചെയ്യുന്നു. പിന്നെ ഇതിന്റെ സൗണ്ട് സിസ്റ്റം, ഹാർമൻ ഗാർഡന്റെ സൗണ്ട് സിസ്റ്റം നല്ല അടിപൊളിയാണ്. പിന്നെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ സംഭവമാണ്, വയർലെസ് ചാർജിങ് യൂസ് ചെയ്തിരുന്നോ? യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് കേബിൾ ഇതായിട്ട് യൂസ് ചെയ്യാനാണ്. എന്റെ ഫോൺ മറ്റേ ഇതാണ്, ഫോൾഡ് ആണ്, കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. ഇനിയിപ്പോ ഒറ്റ ചോദ്യമുള്ളൂ, ഇതില് താങ്കൾക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഇത്തിരി മോശമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും മോശമായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ആകെ ഒരു കുഴപ്പമുള്ളൂ, കുടിക്കാൻ ഒരു 1 ലിറ്റർ ബോട്ടിൽ വെക്കാൻ പറ്റില്ല. കാരണം ഇതിൽ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് പ്രശ്നമല്ല, അതൊരു ഫീച്ചറാണ്. കാരണം 9 സ്പീക്കർ ഇവര് പൊള്ളിച്ചിട്ടുള്ള സ്പേസ് ഒക്കെ മിക്കതും ഡോർമലാണ് വെച്ചത് കൊണ്ട് തന്നെ ഒരു വെള്ളം വെക്കാനുള്ള സ്പേസ്. അതായത് പണ്ടത്തെ ഡോർ ഹോൾഡ് ബോട്ടിൽ ഹോൾഡറിന്റെ സ്ഥാനത്ത് കംപ്ലീറ്റ് സ്പീക്കേഴ്സ്. ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, പക്ഷെ ചെറിയ കുപ്പി വെക്കാം. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു കുപ്പി വാങ്ങണം. എന്നിട്ട് വെള്ളം മേടിച്ചിട്ട് ആ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് പറയുമ്പോ നമുക്ക് സ്റ്റൈലിഷാന്ന് പറയാലോ. അപ്പൊ അത്രയും ചെറുതാണ്. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ വെച്ച് കഴിഞ്ഞാലും ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട് ആക്ച്വലി 2 പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് യൂസ് ചെയ്യാൻ പറ്റില്ല. കപ്പ് ഹോൾഡർ ആണ്. കാരണം ഇതിലെ ഹൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈ വെക്കുമ്പോൾ നമുക്ക് അതൊരു ഡ്രൈവിങ്ങിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ബാക്കി ഇതൊക്കെ വളരെ നല്ല രസമുണ്ട്. എന്തുകൊണ്ടും ഞാൻ പറയുകയാണെങ്കിൽ എൻജോയ് ചെയ്തു. നല്ല എഫേർട്ട്ലെസ് 4 വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു. Thank you. It's Jovin signing off.